ഈ സൈലന്റ് വാലിയിൽ നമ്മൾ ഇത് പാത്രക്കടവ് പദ്ധതിയൊക്കെ വന്നപ്പോഴേ താങ്കൾ ഈ ബഫർ സോൺ അടക്കം പ്രഖ്യാപിച്ച് വലിയ വിപ്ലവകരമായ തീരുമാനമെടുത്ത വ്യക്തിയാണ്. കൊക്കോകോളയ്ക്കെതിരെ സമരം ചെയ്തത് ആ സ്ഥലത്താണ്. ഞാൻ പറഞ്ഞല്ലോ, വികസനം തീർച്ചയായിട്ടും വേണം, പക്ഷേ കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല. വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എവിടെ ചർച്ച ചെയ്താലും നിലപാടായിരിക്കും. വ്യാജമായ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ടാണ് അനുമതി തേടാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വികസനം വേണ്ടെന്നാണോ? വികസനത്തിന് തീർച്ചയായിട്ടും CPI എതിരല്ല, പക്ഷെ കുടിവെള്ളത്തിന് മറന്നുകൊണ്ട് വികസനം വരാൻ പാടില്ല. കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാൻ, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്നുള്ളതാണ്. കുടിവെള്ളം ഉറപ്പാക്കാതെ വികസനം വരാൻ അതാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൃത്യമായിട്ട് എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പദ്ധതി ഉടൻ ഉണ്ടാകില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നിലപാട് പറഞ്ഞില്ല. അല്ല ഒരു കാര്യം അതിനകത്ത് സംശയം ഈ പാത്രക്കടവ് പദ്ധതിയിലടക്കം ബഫർ സോൺ അടക്കം പ്രഖ്യാപിച്ച് സഖാവ് വലിയ വിപ്ലവകരമായ തീരുമാനമെടുത്തൊരു വ്യക്തിയാണ്. അപ്പൊ അതിനകത്തൊരു പാരിസ്ഥിതിക വിഷയത്തിലടക്കം, ശരിയാണല്ലോ, പാരിസ്ഥിതിക വിഷയത്തിൽ താങ്കളുടെ നിലപാട്? ശുദ്ധവായു ഇതെല്ലാം വികസനത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഇത്? അതൊക്കെ നമുക്ക് ആലോചിക്കല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.